ഇപ്പോൾ വോട്ട് ചോരി വിഷയം കത്തി നിൽക്കുന്ന സമയമാണല്ലേ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളിൽ അവിശ്വാസം രേഖപ്പെടുത്തി നമ്മുടെ രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസും പ്രതിപക്ഷ കക്ഷികളും അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്ന് പ്രഖ്യാപിക്കുകയാണെന്ന് ഒന്ന് കരുതി നോക്കി. അടുത്ത തിരഞ്ഞെടുപ്പിൽ മാത്രമല്ല, അതിനടുത്ത തിരഞ്ഞെടുപ്പിലും മത്സരിക്കുന്നില്ല എന്നാണെങ്കിലോ. അതുപോലെ തന്നെ ഗുജറാത്ത് കലാപത്തിന്റെ പേരിൽ നരേന്ദ്രമോദിയെ വധശിക്ഷയ്ക്ക് വിധിച്ചു എന്ന വാർത്ത ഒന്ന് ആലോചിച്ചു നോക്കൂ. സ്വാഭാവികമായിട്ടും നമ്മളിൽ ആദ്യം ഒരു ഞെട്ടലുണ്ടാവും അല്ലെ. അധികം അകലെയല്ല, നമ്മുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ കഴിഞ്ഞ 15 കൊല്ലമായിട്ട് നടന്നു വരുന്ന കാര്യമാണ് ഈ പറഞ്ഞത്. 2008 300 230 മൃഗീയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്ന ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് തിരഞ്ഞെടുപ്പ് കമ്മീഷനും കോടതികളും ഉൾപ്പെടെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെ അട്ടിമറിക്കുകയും തങ്ങളുടെ ആജ്ഞാനുവർത്തികളെ അതാത് സ്ഥാനങ്ങളിൽ കുടിയിരുത്തുകയും ചെയ്തതോടെ ബംഗ്ലാദേശിൽ പ്രതിപക്ഷ കക്ഷികൾക്ക് പ്രതിഷേധങ്ങൾ നടത്താൻ പോലും കഴിയാത്ത സാഹചര്യം ഉടലെടുക്കുകയായിരുന്നു. പ്രതിപക്ഷ നേതാക്കളെയെല്ലാം നിസാര കാരണങ്ങൾക്ക് ജയിലിൽ അടയ്ക്കുകയും സർക്കാരിനെതിരെ പ്രതികരിക്കുന്ന മാധ്യമങ്ങളെ അടച്ചുപൂട്ടുകയും ചെയ്തതോടെ രാജ്യം യഥാർത്ഥത്തിൽ ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയിൽ തന്നെയായിരുന്നു. അവാമി ലീഗ് പ്രവർത്തകരുടെ അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു ആ സമയം ബംഗ്ലാദേശിൽ നടമാടിയത്. ഇതിനു പുറമെയാണ് ഭരണഘടന തിരുത്തി 2011 അതുവരെ കാവൽ ഭരണകൂടം നടത്തി വന്നിരുന്ന ദേശീയ തെരഞ്ഞെടുപ്പ് നിലവിലെ സർക്കാരിന്റെ നിയന്ത്രണങ്ങളിൽ നടത്തുവാനുള്ള നിയമ ഭേദഗതി കൊണ്ടുവരുന്നത്. അതോടെ വോട്ടർ ലിസ്റ്റും സ്ഥാനാർത്ഥികളുടെ അംഗീകാരവും എല്ലാം ഭരണകക്ഷിയായ അവാമി ലീഗ് നിയന്ത്രിക്കുന്ന സാഹചര്യമായി. ഇതിൽ പ്രതിഷേധിച്ചാണ് മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും സഖ്യകക്ഷികളും 2014 തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചത്. ആ തിരഞ്ഞെടുപ്പിൽ കേവലം 40% പേർ മാത്രമാണ് വോട്ട് ചെയ്തത്. ഭൂരിപക്ഷം സീറ്റുകളിലും അവാമി ലീഗ് സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആ തിരഞ്ഞെടുപ്പിനെതിരെ ഐക്യരാഷ്ട്രസഭയുടെയും യൂറോപ്യൻ യൂണിയന്റെയും അമേരിക്കയുടെയും എതിർപ്പുകൾ ഉയർന്നിരുന്നു. നമ്മുടെ ഇന്ത്യയിൽ നരേന്ദ്രമോദി ആദ്യമായിട്ട് പ്രധാനമന്ത്രിയായി വരുന്നതും ആ വർഷം തന്നെയായിരുന്നു. പാർലമെന്റിൽ പ്രതിപക്ഷം എന്നൊന്നില്ലാത്തതിനാൽ ഷെയ്ഖ് ഹസീനയുടെ ഓട്ടോക്രസി ആയിരുന്നു പിന്നെ ബംഗ്ലാദേശിൽ കണ്ടത്. നാട്ടിൽ അവാമി ലീഗുകാരുടെ കൊള്ളയും. തുടർന്ന് 2018 നടന്ന തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ പാർട്ടികൾ മത്സരിക്കാൻ തീരുമാനിച്ചു. പക്ഷേ പലയിടത്തും പ്രതിപക്ഷ സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തി മത്സരത്തിൽ നിന്നും പിന്മാറ്റുകയും അവാമി ലീഗിന്റെ തന്നെ ഡമ്മി സ്ഥാനാർത്ഥികളെ വെച്ച് മത്സരം നടന്നു എന്ന് വരുത്തുകയും ചെയ്ത കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ഭരണകൂടത്തിന്റെ എല്ലാ സ്വാധീനവും ഉൾപ്പെടുത്തി അട്ടിമറിക്കപ്പെട്ട തിരഞ്ഞെടുപ്പായിരുന്നു അത്. പ്രതിപക്ഷ പാർട്ടികളുടെ പോളിംഗ് ഏജന്റുമാരെ തടകിലും രാത്രി ബാലറ്റ് കടത്തിക്കൊണ്ടു പോകലും ഒക്കെ കണ്ട തെരഞ്ഞെടുപ്പിനിടെ 17-ലധികം പ്രതിപക്ഷ പോളിംഗ് ഏജന്റുമാരാണ് കൊല്ലപ്പെട്ടത്. പൂർണ്ണമായും അട്ടിമറിക്കപ്പെട്ട ജനവിധി എന്ന് പറഞ്ഞ് അന്താരാഷ്ട്ര മനുഷ്യാവകാശ കമ്മീഷനും ഐക്യരാഷ്ട്രസഭയും അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടു. വോട്ടെണ്ണിയപ്പോൾ ആകെ പോൾ ചെയ്തതിനേക്കാൾ ഏറെ വോട്ടുകളാണ് പല മണ്ഡലത്തിലും അവാമി ലീഗ് സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചത്. പല ബൂത്തുകളിലും ഏജന്റുമാരുടെ വോട്ടുകൾ ഉണ്ടായിട്ട് പോലും പ്രതിപക്ഷ സ്ഥാനാർത്ഥികൾക്ക് 0 വോട്ടായിരുന്നു. ആകെ 300-ൽ 288 അവാമി ലീഗ് തന്നെ നേടി. തുടർന്ന് രാജ്യത്ത് നിരവധി പ്രക്ഷോഭങ്ങൾ നിരന്തരമുണ്ടായി. അതിനിടെ കോവിഡ് വ്യാപനത്തെ തുടർന്ന് പല പ്രക്ഷോഭങ്ങളും കരുത്താർജിച്ചിരുന്നില്ല. എന്നാൽ 2022 ശേഷം രാജ്യത്ത് വലിയ പ്രക്ഷോഭങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾക്കൊപ്പം യുവജന പ്രസ്ഥാനങ്ങളും ജമായത്തെ ഇസ്ലാമി പോലെ മതസംഘടനകളും നടത്താൻ തുടങ്ങി. തുടർന്ന് 2024 തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടു. എന്നാൽ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രതിപക്ഷ നേതാക്കളെയും പ്രവർത്തകരെയും ഗുരുതര കേസുകൾ ചാർജ് ചെയ്ത് അറസ്റ്റ് ചെയ്യാൻ തുടങ്ങിയതോടെ ബംഗ്ലാദേശി നാഷണൽ പാർട്ടി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം വീണ്ടും തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുവാൻ ആഹ്വാനം നൽകി. ഇത്തവണയും 2018 സമാനമായ രീതിയിൽ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടു. ഇത്തവണ സ്വതന്ത്ര തെരഞ്ഞെടുപ്പാണ് നടക്കുന്നതെന്ന് ലോകത്തെ ധരിപ്പിക്കാൻ പല മണ്ഡലങ്ങളിലും സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തി അവരെ ജയിപ്പിക്കണമെന്നാണ് അവാമി ലീഗ് ആവശ്യപ്പെട്ടത്. അവാമി ലീഗ് 233 സീറ്റ് നേടിയപ്പോൾ അവരുടെ തന്നെ ഡമ്മി സ്വതന്ത്രർ ബാക്കി 67 സീറ്റുകൾ നേടി പാർലമെന്റിൽ ഒരു എതിർ ശബ്ദം പോലും ഇല്ലാതാക്കി. എന്നാൽ ജനുവരിയിൽ നടന്ന തിരഞ്ഞെടുപ്പിന് ശേഷം രാജ്യത്ത് ശക്തവും രക്തരൂക്ഷിതവുമായ പ്രതിഷേധങ്ങളാണ് നടന്നത്. പ്രതിഷേധങ്ങളെ നിർദാക്ഷിണ്യം അടിച്ചമർത്തുവാൻ ഹസീന സൈന്യത്തിന് നിർദ്ദേശം നൽകി. യുവാക്കൾ ഉൾപ്പെടെ നിരവധി പേർ സൈനിക നടപടികളിൽ കൊല്ലപ്പെട്ടു. പക്ഷേ പ്രതിഷേധം നാൾക്കുനാൾ വർദ്ധിച്ചതോടെ സൈന്യത്തിന്റെ കയ്യിൽ നിയന്ത്രണം നിൽക്കാതാവുകയും പ്രക്ഷോഭകാരികൾ ധാക്കയിലെ സർക്കാർ സംവിധാനങ്ങളിലേക്ക് ഇടിച്ചു കയറുകയും ചെയ്തു. ഒടുവിൽ നിൽക്കക്കള്ളിയില്ലാതെ ഹസീന സ്ഥാനം രാജിവെച്ച് ഇന്ത്യയിലേക്ക് പലായനം ചെയ്യുകയായിരുന്നു. തുടർന്നാണ് അവിടെ ഹസീനയ്ക്കെതിരായ വിചാരണ നടക്കുകയും ഇപ്പോൾ അവരെ തൂക്കിക്കൊല്ലാൻ വിധിക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നത്.
പ്രധാനമായും തിരഞ്ഞെടുപ്പിലെ അട്ടിമറികളിലൂടെയാണ് ഹസീന അവിടെ അധികാരം നിലനിർത്തിയതെന്നത് വ്യക്തമാണ്. എന്നാൽ ഭരണകൂട മെഷീനറികളെ തകർത്തെറിയാൻ ജനമുന്നേറ്റത്തിന് സാധിക്കുമെന്നതിന്റെ ഉദാഹരണം കൂടിയാണ് ബംഗ്ലാദേശിൽ കണ്ടത്. അതിലെ രാഷ്ട്രീയവും മതസ്വാധീനവും എല്ലാം സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും തിരഞ്ഞെടുപ്പ് അട്ടിമറികളിലൂടെ അധികാരം ഉറപ്പിക്കുവാൻ ശ്രമിക്കുന്നവർക്കായുള്ള കനത്ത മുന്നറിയിപ്പ് തന്നെയാണ് ബംഗ്ലാദേശിൽ കണ്ടത്. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിന്റെ സൂര്യോദയം, തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷതയും നമ്മുടെ രാജ്യത്തും പ്രസക്തമാണ്. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിന്റെ സുതാര്യതയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷതയും നമ്മുടെ രാജ്യത്തും പ്രസക്തമാണ്. അത് ഉറപ്പാക്കേണ്ടത് ഭരിക്കുന്നവരുടെ ഉത്തരവാദിത്തം കൂടിയാണ്. ഇല്ലെങ്കിൽ ആദ്യം പറഞ്ഞ വാർത്തകൾ നമ്മുടെ രാജ്യത്തു നിന്നും കേൾക്കേണ്ടതായി വരുമെന്നതിൽ ഒരു സംശയവും വേണ്ട.